പാനൂരിൽ സിപിഎം പ്രവർത്തകന് വെട്ടേറ്റു. OK വാസുവിനൊപ്പം ബിജെപിയിൽ നിന്നും സിപിഎമ്മിലേക്ക് എത്തിയ അരവിന്ദാക്ഷനാണ് വെട്ടേറ്റത്. സംഭവത്തിനു പിന്നിൽ RSS ആണെന്ന് സിപിഎം ആരോപിച്ചു. ജോഷ്ല ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷ്ല, എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. സമയം മുൻപാണ് പാനൂരിൽ വെച്ച് സിപിഎം പ്രവർത്തകന് വെട്ടേറ്റത്. OK വാസു മാസ്റ്റർക്കൊപ്പം ബിജെപിയിൽ നിന്നും സിപിഎമ്മിലേക്ക് മാറിയ പ്രവർത്തകനായിരുന്നു അരവിന്ദാക്ഷൻ. അല്പസമയം മുമ്പ് RSS സംഘം അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. എന്തായാലും RSS വീണ്ടും ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കണ്ണൂരിൽ കാണാൻ കഴിയുന്നത്. ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് കോഴ അഴിമതി വിഷയത്തിൽ സംസ്ഥാന ബിജെപി ഘടകത്തിൽ വൻ പൊട്ടിത്തെറി. കോഴ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കുമ്മനത്തെയും MD രമേശിനെയും മാറ്റിയേക്കും. കൂടാതെ RSS നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള അഴിച്ചുപണിയും പാർട്ടി നേതൃതലത്തിൽ ഉണ്ടാകും. അതേസമയം കോഴ വിവാദത്തിൽ അഴിമതിക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വെള്ളാപ്പള്ളി നടേശനും BDJ സംസ്ഥാന അധ്യക്ഷനും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്ത് നൽകി. എന്നാൽ തന്നെ മനഃപൂർവ്വം ചില നേതാക്കൾ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി MD രമേശും കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട്. മെഡിക്കൽ കോഴ അഴിമതിയിൽ BJP സംസ്ഥാന നേതൃത്വമാകെ വൻ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ഒരു വിഭാഗം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കോഴ അഴിമതി ചർച്ച ചെയ്യാനുള്ള BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം മാറ്റിവെച്ചത്. നാളെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗമാണ് തലസ്ഥാനത്ത് ചേരുക. മെഡിക്കൽ കോഴ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ RS വിനോദിനെതിരെ മാത്രം പാർട്ടി നടപടി ഒതുക്കാൻ മുരളീധരപക്ഷം നേതാക്കൾ യോഗത്തിൽ അനുവദിക്കുകയില്ല. റിപ്പോർട്ട് ചർച്ചയ്ക്ക് അത് പുറത്താക്കാൻ വഴിയൊരുക്കിയെന്ന ആരോപണത്തിന് വിധേയനായ കുമ്മനം രാജശേഖരനെയും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശമുള്ള MT രമേശിനെയും നീക്കുന്ന കാര്യവും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. BJPയിലേക്ക് RSS നിയോഗിച്ച പ്രചാരകന്മാരായ ഗണേശൻ, സുഭാഷ് എന്നിവർ സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യം RSS പ്രാന്തപ്രചാരക് ഹരികൃഷ്ണകുമാറിനെ അറിയിച്ചു. അഴിമതിക്കാരെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് RSS നിർദ്ദേശിക്കുന്നു. അതേസമയം BJP സംസ്ഥാന നേതാക്കളുടെ കോഴ അഴിമതി വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ട് ആരോപണ വിധേയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും BDJSും രംഗത്തെത്തിയിട്ടുണ്ട്. നടപടി ആവശ്യവുമായി വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്ന നടപടിയാണ് BJP സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നതെന്നാണ് വെള്ളാപ്പള്ളി കത്തിൽ പറയുന്നത്. പാർട്ടി പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ പാർട്ടി ദേശീയ നേതൃത്വം ദില്ലിയിലെത്താനും ആവശ്യപ്പെട്ടു. അതേസമയം മെഡിക്കൽ കോഴ അഴിമതി വിഷയത്തിൽ വിജിലൻസ് ഡയറക്ടർ പ്രഖ്യാപിച്ച അന്വേഷണം ആരംഭിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ SP-ക്കാണ് അന്വേഷണ ചുമതല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും FIR രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ ഡയറക്ടർ തീരുമാനമെടുക്കുക. ഇതിനിടെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരെയുള്ള ആരോപണം പ്രചരിപ്പിക്കുന്നുവെന്നും കാട്ടി MT രമേശ് ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. നേതൃത്വത്തിന് ശനിയും പാർട്ടിക്ക് കലിയും ബാധിച്ച ഈ സമയത്തെ എങ്ങനെ മറികടക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സംസ്ഥാന BJP നേതൃത്വം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് കോഴയ്ക്കു പിന്നാലെ ജില്ലാ കമ്മിറ്റികളും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതി BJP സംസ്ഥാന ഘടകത്തിന് വലിയ തിരിച്ചടിയാകുന്നു. 7 ജില്ലാ കമ്മിറ്റികൾക്കെതിരെയാണ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ അടിത്തറ ഇളകിയ BJP കേരള ഘടകത്തെ പ്രതിരോധത്തിലാക്കി കൂടുതൽ അഴിമതി ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് നടന്ന ദേശീയ കൌൺസിൽ യോഗ നടത്തിപ്പിലടക്കം അഴിമതി നടന്നുവെന്ന പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇതടക്കം 7 ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കെതിരെ കേന്ദ്രത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലാ കമ്മിറ്റികൾക്കെതിരെയാണ് കേന്ദ്രത്തിന് പരാതികൾ ലഭിച്ചിട്ടുള്ളത്. തൃശൂർ, കൊല്ലം ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെയും പരാതി പോയിട്ടുണ്ട്. എല്ലായിടത്തും സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. കോഴിക്കോട് നടന്ന ദേശീയ കൌൺസിൽ യോഗ നടത്തിപ്പിലെ അഴിമതി അന്വേഷിക്കാൻ കേന്ദ്ര നേതാക്കൾ കേരളത്തിലെത്തും. കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഇത് BJP കേരള നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറത്തും BJPയിൽ കോഴ ആരോപണം. BJP മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽ നാഥിനെതിരെ കോഴ വാങ്ങിയെന്ന് പരാതി. ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത മഞ്ചേരി സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. മഞ്ചേരി CI രശ്മിൽ നാഥിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരാതി അന്വേഷിക്കാൻ BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. മഞ്ചേരി സ്വദേശിയായ ഔസേപ്പിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് BJP മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽ നാഥ് കൈക്കൂലി വാങ്ങിയത്. ബാങ്ക് ജോലിക്കുള്ള റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മകന് വേണ്ടി ജോലി വേഗത്തിൽ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു കോഴ.
10 ലക്ഷം രൂപയുടെ തട്ടിപ്പു കേസായതിനാൽ CI നേരിട്ട് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. BJP നേതാക്കൾ ഇടപെട്ട് കേസൊതുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ നേരിട്ട് കമ്മിറ്റിക്ക് പരാതി നൽകിയതോടെ പരിഗണിക്കാതിരിക്കാൻ ജില്ലാ കമ്മിറ്റിക്കു കഴിഞ്ഞില്ല. 2 അംഗ അന്വേഷണ കമ്മീഷനെ ഇതിനായി BJP ചുമതലപ്പെടുത്തി. പരാതിയെക്കുറിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. കേസിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്നും പണം പൂർണ്ണമായും തിരിച്ചു നൽകാമെന്നും നേതാക്കൾ ഔസേപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് രശ്മിൽ നാഥ്. KT സാലിഹ്, മലപ്പുറം. മെഡിക്കൽ കോളേജിന് കോഴ വാങ്ങിയ BJPയുടെ നടപടി മെഡിക്കൽ കുംഭകോണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് BJPയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കോടിയേരി പ്രതികരിച്ചു. മെഡിക്കൽ കോളേജ് അഴിമതി വിഷയം കേവലം BJPയുടെ ആഭ്യന്തര വിഷയമല്ലെന്നും BJPയുടെ ദേശീയ കുംഭകോണത്തിന്റെ ഭാഗമാണെന്നും കോടിയേരി പറഞ്ഞു. ദേശീയ നേതാക്കൾ ഉൾപ്പെട്ട അഴിമതിയാണ് നടന്നത്. സംസ്ഥാന നേതാവിനെ പുറത്താക്കിയതിലൂടെ ഇത് തെളിഞ്ഞെന്നും കോടിയേരി വ്യക്തമാക്കി. രാജ്യത്തെ 70 കോളേജുകളിൽ നിന്നും BJP ദേശീയ നേതാക്കളടക്കം പണം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിൽ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ടൊരു കുംഭകോണമായതുകൊണ്ട് കേന്ദ്രതലത്തിൽ തന്നെ ഉള്ളൊരു അന്വേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സന്നദ്ധമാകണം. ദേശീയ തലത്തിൽ നടക്കുന്ന BJPയുടെ കുംഭകോണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സന്നദ്ധമാകണം. 120 കോടി രൂപ കേരളത്തിൽ നിന്നും പിരിക്കണമെന്ന അമിത്ഷാ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായ അഴിമതിയാണ് നടന്നത്. ഇപ്പോൾ പുറത്തുവന്നത് അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ ഇന്നും ലോക്സഭയിൽ പ്രതിഷേധം. വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടതെമ്പിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി. ചോദ്യോത്തരവേളയിൽ അഴിമതി ഉന്നയിച്ച സമ്പത്ത് എംപിയുടെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. ശൂന്യവേളയിലും സമയം അനുവദിച്ചില്ല. തുടർന്ന് ഇടതെമ്പിമാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേരളത്തിൽ BJP നേതാക്കൾ നടത്തിയ മെഡിക്കൽ കോളേജ് കോഴ തുടർച്ചയായി 2ാം ദിവസവും ലോക്സഭയെ സ്തംഭിപ്പിച്ചു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP രാജേഷ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ശൂന്യവേളയിൽ അവതരിപ്പിക്കാനും സമയം ചോദിച്ചു. എന്നാൽ ഇത് രണ്ടും സ്പീക്കർ നിരസിച്ചു. ഇതോടെ ഇടതെമ്പിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി. കർഷക പ്രതിസന്ധി ഉയർത്തി കോൺഗ്രസ് MPമാരും പ്രതിഷേധിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ സ്പീക്കർ സഭ നിർത്തിവച്ചില്ല. തുടർന്ന് ചോദ്യോത്തരവേളയിൽ സമ്പത്ത് MP വിഷയം ഉന്നയിച്ചു. Is spreading like the vector-borne diseases. Quite recently, it has been reported from my state and from my own constituency. Yes, Madam Speaker. എന്നാൽ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്പീക്കർ സുമിത്ര മഹാജൻ സമ്പത്ത് എംപിയുടെ മുമ്പിലെ മൈക്ക് ഓഫ് ചെയ്തു. അതേസമയം രാജ്യസഭയിൽ സമാജ്വാദി അംഗം നരേഷ് അഗർവാളിനെതിരെ സംഘപരിവാർ സംഘടനകൾ നടത്തിയ ആക്രമത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം രാജ്യസഭയിൽ പ്രതിഷേധിച്ചു. ഹിന്ദു ദൈവങ്ങളെ അഗർവാൾ സഭയിൽ അപമാനിച്ചുവെന്ന് കാട്ടി യുവമോർച്ച പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചതിനെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൂടാതെ അഗർവാളിന്റെ പ്രസ്താവന ചർച്ച ചെയ്യരുതെന്ന് റൂളിംഗ് നൽകിയിട്ടും ചില ചാനലുകൾ ഇത് ചർച്ച ചെയ്തു. ഇതുവഴി അംഗത്തിന്റെയും സഭയുടെയും അവകാശം ലംഘിക്കപ്പെട്ടതായും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ തെളിവ് നൽകാതെ നടപടി സ്വീകരിക്കില്ല എന്ന ഉപാധ്യക്ഷൻ PJ കുര്യന്റെ മറുപടി പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കി. സഭ അല്പസമയം നിർത്തിവച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിന് പിന്നാലെ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ മുഴുവൻ സാമ്പത്തിക ക്രമക്കേടുകളിലും ദേശീയ നേതൃത്വം അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ട സമിതിക്കാണ് അന്വേഷണ ചുമതല. ഇടനിലക്കാർ സതീഷ് നായരും സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും തമ്മിലുള്ള ബന്ധവും ദേശീയ നേതൃത്വം പരിശോധിക്കും. കോടികളുടെ കോഴ ഇടപാട് BJP ദേശീയ നേതൃത്വത്തെ വൻ പ്രതിരോധത്തിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര നേതൃത്വം തയ്യാറായത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള H. രാജ, കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, രാജീവ് പ്രതാപ് റൂഡി എന്നിവർ കോഴ വിവാദം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. BJP സംസ്ഥാന നേതൃത്വം നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും കേന്ദ്രം പരിശോധിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശന വേളയിലും BJP സംസ്ഥാന നേതൃത്വം വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. MT രമേശ് പ്രതിക്കൂട്ടിലായ ഉൾപാർട്ടി റിപ്പോർട്ട് ചോർന്നതിൽ മുൻ അധ്യക്ഷൻ V. മുരളീധരന്റെ പങ്കും കേന്ദ്ര സമിതിയുടെ അന്വേഷണ പരിധിയിൽ വരും. റിപ്പോർട്ട് V. മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള K. സുഭാഷ് വഴി ചോർന്നുവെന്നാണ് ദേശീയ നേതൃത്വം സംശയിക്കുന്നത്. കോഴ നൽകിയ രാകേഷ് ശിവരാമന് കുമ്മനം രാജശേഖരനുമായുള്ള ബന്ധങ്ങളും അന്വേഷിക്കും. ഇടനിലക്കാരൻ സതീഷ് നായർ മുഖാന്തരം സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവർ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സതീഷ് നായരുടെ സഹോദരൻ അയ്യപ്പദാസിനെയാണ്
കുമ്മനം സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോൾ വിശ്വ ഹിന്ദു നേതൃത്വം ഏൽപ്പിച്ചത്. ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെല്ലാം കോഴ വിവാദത്തിൽ തച്ചു തകർത്ത സാഹചര്യത്തിൽ സംസ്ഥാന നേതൃമാറ്റമാണ് കേന്ദ്രം കാണുന്ന ഉടനടിയുള്ള പരിഹാരം. മനുശങ്കർ, ദില്ലി. BJP മെഡിക്കൽ കോഴയിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചതായി DGP ലോക്നാഥ് ബെഹ്റ. അന്വേഷണ സംഘത്തെ ഇന്നലെ തന്നെ നിയോഗിച്ചിരുന്നതായും DGP വ്യക്തമാക്കി. ഇന്നലെ ആ പെറ്റീഷൻ എനിക്ക് കിട്ടി. ഒരു പെറ്റീഷൻ കിട്ടി. അത് ഞാൻ ഓർഡർ കൊടുത്തു എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ. അത് വിജിലൻസ് മേധാവിയായിട്ട്, നോട്ട് ആസ് പോലീസ് മേധാവി, ഞാൻ ഒരു എൻക്വയറി ചെയ്യാൻ വേണ്ടി കൊടുത്തു. നോ, ടുഡേ ഓൺവേർഡ്സ് they will start the inquiry from today. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ചെറിയ ഭാഗം മാത്രമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. അഴിമതി മുക്ത ഭാരതമെന്ന് പറഞ്ഞവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. അഴിമതിക്കെതിരെ സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടിയെടുക്കുമെന്നും വൃന്ദ കാരാട്ട് പ്രതികരിച്ചു. The BJP talks about scam-free India, but the BJP itself is full of scams. And this is only the tip of the iceberg. So many BJP leaders in Kerala and the rest of India also are utilizing their positions to make money for personal benefit, and we hope that these people will be punished. M. Vincent MLA തന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്ന് വീട്ടമ്മ. സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ കടയിൽ കയറി വന്ന് തന്നെ കടന്നു പിടിച്ചുവെന്നും വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. പോലീസിനും മജിസ്ട്രേറ്റും നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പീഡനത്തിനിരയായ വീട്ടമ്മ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിൻസെന്റ് MLA എൻ്റെ കടയിൽ കയറി വന്നു, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ചങ്കൂറ്റം ബാലരാമപുരത്ത് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ കയറി പിടിച്ചു. കടയിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും ഞാൻ പറഞ്ഞു. ഇതിലും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. M. വിൻസെൻ്റ് MLA സെപ്റ്റംബർ മാസവും നവംബർ മാസത്തിലും 2 ദിവസം എന്നെ എൻ്റെ ചേട്ടനും മോനും ഇല്ലാത്ത സമയം നോക്കി വന്ന് എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇത് ഞാൻ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ. കോവളം MLA M. വിൻസെന്റിനെതിരായ വീട്ടമ്മയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പീഡനത്തിനിരയായതായി മൊഴി നൽകിയ വീട്ടമ്മയെ പോലീസിന്റെ ആവശ്യപ്രകാരം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. മജിസ്ട്രേറ്റിന് വീട്ടമ്മ നൽകിയ മൊഴിപ്പകർപ്പ് ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. MLA ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി അന്വേഷണ സംഘം സ്പീക്കറുടെ അനുമതി തേടി. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം MLA M. വിൻസെന്റിനെതിരെ ഇന്നലെ ബലാത്സംഗ കുറ്റം പോലീസ് ചുമത്തിയത്. ഭർത്താവിന്റെ പരാതിയിൽ MLAക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പോലീസ് ആദ്യം ചുമത്തിയതെങ്കിലും നെയ്യാറ്റിങ്കര മജിസ്ട്രേറ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥയായ അജിത ബീഗത്തിനും നൽകിയ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIRൽ ബലാത്സംഗം കൂടി ഉൾപ്പെടുത്തിയത്. വീട്ടമ്മയുടെ മൊഴി ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വൈദ്യപരിശോധന നടത്തി. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന നടത്തിയത്. മജിസ്ട്രേറ്റിന് വീട്ടമ്മ നൽകിയ മൊഴിയുടെ പകർപ്പ് ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. തെളിവുകൾ ലഭിക്കുന്നതിനായി വീട്ടമ്മയുടെ വസ്ത്രവും മറ്റും അന്വേഷണ സംഘം ഇന്ന് ശേഖരിക്കും. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകിയ ശേഷമാവും M. വിൻസെന്റിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുക. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് വിൻസെന്റ് നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാവും അറസ്റ്റ് വേണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുക. MLAക്കെതിരെ കേസെടുത്തതായി അന്വേഷണ സംഘം സ്പീക്കറുടെ ഓഫീസിനെ രേഖാമൂലം അറിയിച്ചു. നിയമസഭാ സമ്മേളനമോ നിയമസഭാ സമിതി യോഗങ്ങളോ നടക്കാത്തതിനാൽ ചോദ്യം ചെയ്യുന്നതിന് മുൻകൂർ അനുമതി വേണ്ടതില്ലെന്നാണ് സ്പീക്കറുടെ ഓഫീസിന്റെ നിലപാട്. എന്നാൽ MLAയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് അക്കാര്യം സ്പീക്കറുടെ രേഖാമൂലം അറിയിച്ചേക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കുറ്റക്കാരനു തെളിഞ്ഞാൽ വിൻസെന്റിനെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് ഹസൻ. സംഭവം പോലീസ് അന്വേഷിക്കട്ടെ എന്നും പാർട്ടി അന്വേഷിക്കുന്നില്ലെന്നും നിരപരാധിയാണെന്ന് MLA അറിയിച്ചിട്ടുണ്ടെന്നും ഹസൻ പറഞ്ഞു. ഒരു സ്ത്രീയുടെ പരാതിയിൽ കേസെടുത്തൊരു സാഹചര്യം ഉണ്ട്. അതിൽ KPCCയുടെ ഒരു നിലപാട് ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ MLAയുമായി നേരിട്ട് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു. അയാളെ സ്ത്രീയെ പീഡിപ്പിക്കുകയോ മാനസികമായി പീഡിപ്പിക്കുകയോ ശാരീരികമായോ പീഡിപ്പിക്കുകയോ അതിനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വളരെ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. അതുകൊണ്ട് അന്വേഷിക്കട്ടെ. അന്വേഷണത്തിൽ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ പാർട്ടി തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ട് തന്നെ എടുക്കും.
അത് MLA സ്ഥാനം രാജിവെക്കാൻ പോലും പുള്ളി തയ്യാറാണ് പാർട്ടി പറഞ്ഞാൽ ഇതിനെ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഇല്ലാതെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാജിവെക്കാൻ പറയാൻ പാർട്ടിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും നേരിടാൻ തയ്യാറായ സാഹചര്യത്തിൽ അന്വേഷണം പാർട്ടി തലത്തിൽ അന്വേഷിക്കുന്നതിനേക്കാൾ പോലീസ് തന്നെ പ്രത്യേകിച്ച് ഒരു SP അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് ഇക്കാര്യത്തിൽ MLAക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഇതിനെ ഈ സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായി തെളിവുണ്ടെങ്കിൽ പാർട്ടി അനുഭവിക്കും. സാഹിത്യകാരൻ KP രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത്. 6 മാസത്തിനുള്ളിൽ മതം മാറിയില്ലെങ്കിൽ കൈയും കാലും വെട്ടുമെന്നാണ് ഭീഷണി. രാമനുണ്ണി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് KP രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത് ലഭിച്ചത്. നോമ്പുകാലത്ത് രാമനുണ്ണി ഒരു പത്രത്തിലെഴുതിയ ലേഖനം ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് കത്തിൽ പറയുന്നത്. അധ്യാപകൻ ജോസഫിന്റെ കൈവെട്ടിയ അനുഭവം രാമനുണ്ണിക്കുണ്ടാകുമെന്നും കത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. രാമനുണ്ണി ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്നും ഇല്ലെങ്കിൽ എഴുതുന്ന വലത് കൈയും ഇടത് കാലും വെട്ടിക്കളയുമെന്നും കത്തിലുണ്ട്. 6 മാസത്തിനുള്ളിൽ മതം മാറിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഊമക്കത്തിലുടനീളം മതസ്പർദ്ധ വളർത്തുന്ന വാചകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എഴുതിയത് ഞാൻ ഇത് ഇസ്ലാമിന്റെ പേരിലുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ പേരിലുള്ള ഭീകരവാദികൾ ഏത് കൂട്ടർക്കും ഇത് എഴുതാവുന്നതാണ്. ഇവര് ക്രിമിനൽസ് ആയിട്ടേ കാണുന്നുള്ളൂ, മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭീഷണിക്കത്ത് സംബന്ധിച്ച് KP രാമനുണ്ണി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ ചിത്രങ്ങൾക്കും പോസ്റ്റുകൾക്കുമെതിരെ കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിശാന്ത് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും ദീപ നിശാന്ത് പരാതി നൽകിയിരുന്നു. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന കാവിപ്പട, ഔട്ട്സ്പോക്കൺ എന്നീ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കെതിരെയാണ് സ്ക്രീൻഷോട്ടുകൾ സഹിതം പരാതി നൽകിയത്. ചിത്രകാരൻ MF ഹുസൈൻ വരച്ച സരസ്വതിയുടെ പെയിന്റിംഗ് കേരളവർമ്മ കോളേജിൽ സ്ഥാപിച്ച SFI പ്രവർത്തകർക്കെതിരെ RSS സംഘടനകൾ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഹൈന്ദവ ദൈവത്തെ അവഹേളിച്ചുവെന്ന തരത്തിലുള്ള പ്രചരണത്തിനെതിരെ SFIയെ അനുകൂലിച്ച കോളേജിലെ അധ്യാപികയായ ദീപ നിശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. ഇതോടെയാണ് സംഘപരിവാർ സംഘടനകൾ ദീപ നിശാന്തിനെതിരെ തിരിഞ്ഞത്. പൗരാണിക ഹൈന്ദവ ദൈവങ്ങൾ നഗ്നരായിരുന്നുവെന്ന് കാട്ടി ക്ഷേത്രശിലകളുടെ ചിത്രങ്ങൾ സഹിതമാണ് ദീപ നിശാന്ത് നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ അശ്ലീല ചിത്രങ്ങൾക്കൊപ്പം തലവെട്ടിച്ചേർത്ത അപകീർത്തികരമായ പോസ്റ്റുകളാണ് ദീപ നിശാന്തിന് മറുപടിയെന്നോണം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ABVPക്കും സംഘപരിവാർ സംഘടനകൾക്കും പുറമെ ഔട്ട്സ്പോക്കൺ, കാവിപ്പട എന്നീ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ നിരന്തരം പോസ്റ്റ് ചെയ്യുകയാണ്. ദീപ നിശാന്തിനെതിരെ ആസിഡാക്രമണം നടത്തിയോ മുറിവേൽപ്പിച്ചോ അപായപ്പെടുത്തണമെന്ന ആഹ്വാനങ്ങൾ പോലും ഹിന്ദു രക്ഷാസേന നടത്തി. ഇതോടെയാണ് സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന ചിത്രത്തിനും പ്രചരണങ്ങൾക്കുമെതിരെ ദീപ നിശാന്ത് പരാതി നൽകിയത്. കുടുംബത്തെ ഒന്നാകെ ഇല്ലായ്മ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുന്ന സ്ക്രീൻഷോട്ടുകളും പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. ജോലിയെ ബാധിക്കുന്ന വിധത്തിൽ തനിക്കെതിരെ വ്യാജ പരാതികൾ നൽകുന്നതായും ദീപ നിശാന്ത് പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KP രാമനുണ്ണിക്കും ദീപ നിശാന്തിനുമെതിരായ ഭീഷണിയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നവർക്കെതിരെയുള്ള അതിക്രമങ്ങളും ഭീഷണിയും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കില്ല. സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ എന്നിവരുടെ നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്ത വീക്ഷണമുള്ളപ്പോൾ പോലും അവരോട് ആദരവും സഹിഷ്ണുതയും പുലർത്തിയ പാരമ്പര്യമാണ് നമ്മുടെ നാടിനുള്ളത്. പൊതുസമൂഹത്തിൽ പുരോഗമന നിലപാട് സ്വീകരിക്കുന്നവരെയും വ്യത്യസ്ത സാമൂഹ്യ വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാട് എടുക്കുന്നവരെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുകയും അവർക്ക് നേരെ വധഭീഷണി ഉയർത്തുകയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും അംഗീകരിക്കില്ല. അത്തരം പരാതികളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടർ V രാജശേഖരൻ രചിച്ച സർവീസ് സ്റ്റോറിയായ വെള്ളക്കെട്ടിടത്തിൽ വെള്ളാനകൾക്കൊപ്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. പരിധി പബ്ലിക്കേഷൻസ് പ്രസാധകരായ പുസ്തകം രസകരമായ നിരവധി മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പുസ്തകത്തിന്റെ പ്രകാശനം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ D ബാബു പോൾ, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിന് നൽകി നിർവഹിച്ചു. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷനായ ചടങ്ങിൽ ഏഷ്യാനെറ്റ് ചീഫ് എഡിറ്റർ MG രാധാകൃഷ്ണൻ, G ശേഖരൻ നായർ, മുതുകുളം സുകുമാരൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു. C രവിവർമ്മ പുസ്തകം പരിചയപ്പെടുത്തി. മലബാർ വാച്ചസിന്റെ നവീകരിച്ച കൊല്ലം ഷോറൂം കൊല്ലം മേയർ അഡ്വക്കേറ്റ് V രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹെഡ് ഷാജി കക്കോടി, മലബാർ വാച്ചസ് ഹെഡുമാരായ വിശ്വനാഥൻ, സിബിൻ അലി ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിനോട് ചേർന്നാണ് വാച്ചസിന്റെ ഷോറൂം. കേരളം, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 13 നഗരങ്ങളിലായി മലബാർ വാച്ചസിന് ഷോറൂമുകളുണ്ട്.